ദിവസം മാതൃഭൂമി ന്യൂസിൽ മദർ എന്ന് പറയുന്ന ഈ നായ അതിന് നായക്കുട്ടിയെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് അതിനെ രക്ഷിച്ച കഥ നമ്മൾ കേട്ടിരുന്നു. ഓഫ് കോഴ്സ് ഈ ഒരു പ്രവൃത്തിക്ക് ശേഷമാണ് ആ നായയെ മദർ എന്ന് പേര് വിളിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ നായയുടെ ബുദ്ധി കൊണ്ടാണ് ഈ നായ തൻ്റെ കുഞ്ഞിനെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് എന്ന് പലരും പറഞ്ഞ് വീഡിയോ ഇറക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ വെറ്റിനറിയനെ കാണാൻ വേണ്ടിയിട്ട് പേടിച്ച് വരച്ച് നിൽക്കുന്ന ഈ നായകളെയൊക്കെ നോക്കുക. ഇതിൽ വെറ്റിനറി ഹോസ്പിറ്റൽസ് ഉള്ളൊരു കൺസെപ്റ്റ് ഒന്നും മനുഷ്യരെ പോലെ മറ്റു ജീവികളിലൊന്നും ഇല്ല. പക്ഷേ അവരെ ഒരു സ്ഥലത്തിനെ അവരുടെ മെമ്മറിയിൽ കയറ്റുന്നത് അവരുടെ നല്ല എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ ചീത്ത എക്സ്പീരിയൻസ് കൊണ്ടോ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെയാണ്. സാധാരണഗതിയിൽ ഈ നായ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഇഞ്ചക്ഷന് വേണ്ടിയിട്ടോ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലോ ആയിരിക്കും ഈ വെറ്റിനറി ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവുക. അവരുടെ മുന്നോട്ടുള്ള ആരോഗ്യത്തിന് ഫലപ്രദമാണ് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഇവർക്കില്ല. പക്ഷെ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ നായയുടെ മറ്റൊരു നായക്കുട്ടിയെയും ഇതുപോലെ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്നത് കണ്ടിട്ട് ഒരു വഴി യാത്രകൻ ഈ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തിരുന്നു. അതിനുശേഷം അവർ ചൂടൊക്കെ കൊടുത്തതിന് ശേഷം ആ കുട്ടി ആക്റ്റീവ് ആയപ്പോൾ ഈ നായ്ക്ക് മനസ്സിലായി ഈ സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കുഞ്ഞ് രക്ഷപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ നായ തൻ്റെ കുഞ്ഞിന് വയ്യാതെയായപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കാരണം. നായയ്ക്ക് ബുദ്ധി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് വെറ്റിനറി ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റാണ് എന്നൊന്നും അറിയാനുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ മനുഷ്യരുണ്ടാക്കി വെച്ച ഒരു കൺസ്ട്രക്ഷനിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവ് നായകൾക്കോ അല്ലെങ്കിൽ മറ്റു ജീവികൾക്കോ ഒന്നുമില്ല.